മോർണിംഗ്. നൗ ദി ടോപ്പിക് ഈസ് ഫ്രിക്ഷൻ. ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഫ്രിക്ഷൻ ആണ്. ഇത് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന പാഠഭാഗത്ത് വരുന്ന ഒരു ഭാഗമാണ് ഫ്രിക്ഷൻ. അപ്പൊ എന്താണ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷൻ ഈസ് ദി ഫോഴ്സ് വിച്ച് ഒപ്പോസസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി സർഫസസ് ഇൻ കോണ്ടാക്ട്. ഇപ്പൊ രണ്ട് സർഫസ് തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. ആ സർഫസ് തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ ആ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് പലതരം ഫ്രിക്ഷൻ ഉണ്ട്. ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. ഇപ്പോൾ ഫ്രിക്ഷനിൽ പലതരം ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ നമ്മൾ FS ഇടുന്നു. FS എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? FS സഫിക്സ് ആയിട്ട് ഇടുന്നു. And it is the force of friction which calls into play before there is relative motion between the two surfaces in contact. ഇപ്പൊ രണ്ട് സർഫസ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. അവ തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇനി ഇതുപോലെ അടുത്ത മറ്റൊരു ടൈപ്പ് ഉള്ളത് അത് ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ കൊടുക്കുന്ന ലെറ്റർ FMS. എന്താണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത്? ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു സർഫസസ് വെൻ എ ബോഡി ജസ്റ്റ് സ്റ്റാർട്ട്സ് സ്ലൈഡിങ് ഓവർ ദി സർഫസ് ഓഫ് അതർ ബോഡി. അതായത് റെസ്റ്റ് ആയിരിക്കുമ്പോൾ ഉള്ളത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഒരു ബോഡി മൂവ് ചെയ്ത് ജസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഫ്രിക്ഷണൽ ഫോഴ്സ് മാക്സിമം. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ചുരുക്കി പറഞ്ഞാൽ FSന്റെ മാക്സിമം വാല്യൂ ആണ് FMS എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മറ്റൊരു ഫ്രിക്ഷൻ ആണ്. മൂവ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതിന്റെ മാക്സിമം വാല്യൂ നമുക്ക് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം. ഇനി മൂവ് ചെയ്ത് കഴിഞ്ഞാലോ? ആ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ there is a friction that is called the kinetic friction. കൈനറ്റിക് ഫ്രിക്ഷൻ. അത് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ FK എന്ന് കൊടുക്കും. കൈനറ്റിക് ഫ്രിക്ഷൻ FK. ഇപ്പൊ എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ? ഇറ്റ് ഈസ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് കോൾസ് ഇൻ ടു പ്ലേ വെൻ ദർ ഈസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി സർഫസ്. റിലേറ്റീവ് മോഷൻ ഉള്ളപ്പോ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇങ്ങനെ 3 തരം ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ നാം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കുറെ ലോസും ഉണ്ട്. സിമ്പിളായിട്ട് ഇതിന്റെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും, ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നു. ഈ ലോസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇതാണ്. നമ്മുടെ ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് FMS എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു സർഫസ് നമ്മൾ എടുക്കുകയാണ്. ഒരു സർഫസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യു ഹാവ് എ സർഫസ് ലൈക്ക് ദിസ്, എ ബോഡി ഈസ് പ്ലേസ്ഡ് ലൈക്ക് ദിസ്. നോർമൽ റിയാക്ഷൻ ക്യാപിറ്റൽ R ആക്ട്സ് അപ്വേർഡ്സ്, വെയിറ്റ് ഓഫ് ദി ബോഡി ആക്ട്സ് ഡൗൺവേർഡ്സ്. ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ നോർമൽ റിയാക്ഷനിൽ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് FMS പ്രൊപ്പോർഷണൽ ടു R. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓർ ഇത് നമുക്ക് മാറ്റിയിട്ട് FMS is equal to a constant μs into R എന്ന് എഴുതാം. ഈ കോൺസ്റ്റന്റ് μsനെ പറഞ്ഞ പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. μs is called the coefficient of static friction. ഇതുപോലെ കൈനറ്റിക് ഫ്രിക്ഷന്റെ ലോ പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നു ഇതാണ് FK kinetic friction is directly proportional to normal reaction R. അത് നമുക്ക് ഇതുപോലെ എടുക്കാം. FK is equal to mu K R, where mu K is a constant. ഈ കോൺസ്റ്റന്റ് പറഞ്ഞ പേര് coefficient of kinetic friction. അപ്പൊ mu K പറഞ്ഞ പേര് coefficient of kinetic friction. അപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഫ്രിക്ഷന്റെ മറ്റ് ഘടകങ്ങളിലോട്ട് കടക്കുന്നത്. അപ്പൊ ഇവിടെ ഇനി നമ്മൾ മറ്റൊരു കാര്യം പോകുന്നത്, ഒരു ആംഗിൾ എടുത്ത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുത്താൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് പറയുകയാണ്. അവിടെ എടുക്കുന്ന ആംഗിൾ നമുക്ക് പല രീതിയിൽ എടുക്കാം. അത് നമുക്ക് ഹെഡിങ് കൊടുക്കുമ്പോൾ സാധാരണ ഇങ്ങനെ പറയാം, ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയാം. ആംഗിൾ ഓഫ് റീപോസ് ആൽഫ എന്നോ തീറ്റ എന്നോ എടുക്കാം. തൽക്കാലം ഇവിടെ ആൽഫ എന്ന് എടുക്കുന്നു. എന്താണ് ഈ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. യു ഹാവ് എൻ ഇൻക്ലൈൻഡ് സർഫസ് ലൈക്ക് ദിസ്. ഇതുപോലെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു ബ്ലോക്ക് നമ്മളിവിടെ വെച്ചിരിക്കുന്നു. ബ്ലോക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഈ ബ്ലോക്ക് ഇരിക്കുന്നു. സർഫസിന് നോർമൽ റിയാക്ഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യും. കാരണം അറിയാലോ, നോർമൽ റിയാക്ഷൻ ഈ പ്രതലത്തിന് മുകളിലോട്ടാണ്. ഈ ആംഗിൾ നമ്മൾ ആൽഫ എന്ന് എടുക്കുകയാണ്. എന്താണെന്ന് പറയാം. ആൽഫ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് എങ്ങനെ ആക്ട് ചെയ്യും? വെയിറ്റ് ഓൾവേസ് ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ദാറ്റ് ഈസ് mg. അപ്പൊ mg എന്നുള്ള രണ്ടായിട്ട് പിളരും. ഏതൊക്കെയായിട്ട് പിളരും? mg ഇങ്ങോട്ട് പോകുന്നത് ദിസ് വൺ ഈസ് ടേക്കൺ ആസ്, ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് എടുക്കാം mg
എം ജി കോസ് ആൽഫ. ഇങ്ങോട്ട് പോകുന്നതിന് നമ്മൾ എടുക്കാം എം ജി സൈൻ ആൽഫ. എം ജി സൈൻ ആൽഫ എന്താണ് കാര്യം നമുക്കറിയാം. എം ജി സൈൻ ആൽഫ. ക്ലിയർ? അപ്പൊ ബോഡി സപ്പോസ് താഴോട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. ബോഡി താഴോട്ട് സ്ലൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇവിടെ അറിയേണ്ടത്, ഇവിടെ ഈ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ പ്രതലം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്, ഇൻക്ലൈൻഡ് പ്ലെയിൻ. നമ്മൾ ഇതിങ്ങനെ ഇവിടുന്ന് ഇപ്പൊ ഈ പ്ലെയിൻ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നതോറും ആൽഫയുടെ വാല്യൂ കൂടി കൂടി വരുന്നു. വെൻ ദിസ് റീച്ചസ് ദിസ് പർട്ടിക്കുലർ ലെവൽ, ഈ പർട്ടിക്കുലർ ലെവൽ ആയി കഴിയുമ്പോൾ ഈ ബോഡി ജസ്റ്റ് സ്ലൈഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എടുക്കുകയാണ്. ജസ്റ്റ് സ്ലൈഡ് ചെയ്യുന്ന കണ്ടീഷൻ എടുക്കുകയാണ്. അപ്പോൾ ബോഡി താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെടുക്കാം? ഇവിടെ എടുക്കുന്ന ഏത് ഫ്രിക്ഷണൽ ഫോഴ്സ് എടുക്കാം? ജസ്റ്റ് സ്ലൈഡ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് എഫ് എം എസ്. സ്ലൈഡ് ചെയ്യുന്നതിന് മുമ്പ് എഫ് എസ്, ജസ്റ്റ് സ്ലൈഡ് ചെയ്യുമ്പോൾ എഫ് എം എസ്, സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് കെ. ഇനി ഈ ആംഗിൾ നമുക്ക് എത്രയാണ്? ആൽഫ. അതുകൊണ്ടാണ് ഇത് എം ജി കോസ് ആൽഫയും ഇത് എം ജി സൈൻ ആൽഫയും. അതിന്റെ റീസൺ എന്താണ്? രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ അവയുടെ പെർപെൻഡിക്കുലർ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ഇത് രണ്ട് തമ്മിലുള്ള ആംഗിൾ ആൽഫയാണ്. ഇതിന്റെ പെർപെൻഡിക്കുലർ ആണ് ദിസ് വൺ, ഇതിന്റെ പെർപെൻഡിക്കുലർ ഇതാണ്. സോ ദാറ്റ് ഈസ് ഇത് ആൽഫയാണെങ്കിൽ ഇതും ആൽഫയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ എടുക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ ബോഡി ഇവിടെ നമ്മൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. ഈ ബോഡിയുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണ്. സപ്പോസ് ബോഡി അവിടെ ഇക്വിലിബ്രിയം ആണെന്ന് വിചാരിക്കാം. എങ്കിൽ എന്ത് സംഭവിക്കുന്നു? ദിസ് ആർ ഇസ് ഈക്വൽ ടു നമ്മൾ എടുക്കുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു എം ജി കോസ് ആൽഫ. ശരിയാണല്ലോ അല്ലേ? ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? എഫ് എം എസ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ ആൽഫ. എഫ് എം എസ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ ആൽഫ. ഇത് രണ്ടും ഈക്വൽ. ബോഡിയുടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എടുക്കുകയാണ്. ഇപ്പൊ ഈ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് താഴെ എടുക്കാം. സോ ഒന്ന് എഴുതുന്നു ആർ ഇസ് ഈക്വൽ ടു എം ജി കോസ് ആൽഫ. ഇത് തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എം ജി ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഇവിടെ എന്ത് കിട്ടുന്നു? ഇത് സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ടാൻ ആൽഫ. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു എഫ് എം എസ് ബൈ ആർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ്? എഫ് എം എസ് പ്രൊപ്പോർഷണൽ ടു ആർ അല്ലെങ്കിൽ എഫ് എം എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മ്യൂ എസ് എത്ര കിട്ടും? മ്യൂ എസ് ഇസ് ഈക്വൽ ടു എഫ് എം എസ് ബൈ ആർ. ഇത് നേരത്തെ പഠിച്ച കാര്യമാണ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് എടുക്കാം ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു മ്യൂ എസ് എന്ന് എടുക്കാം. എഫ് എം എസ് ബൈ ആർ മ്യൂ എസ് എന്ന് എടുക്കും. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഈ ആൽഫയുടെ സ്ഥാനത്ത് തീറ്റ കൊടുത്താൽ ഇതൊക്കെ തീറ്റയായിട്ട് മാറി കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് ആംഗിൾ ഓഫ് റീപോസ്. സോ ആംഗിൾ ഓഫ് റീപോസ് ഓഫ് എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ is the angle of inclination of the plane when a body just starts sliding down the plane under its own weight. ഇതാണ് അതിന്റെ കറക്റ്റ് കാര്യം. ഇനി ഇവിടെ പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമുക്ക് ലോസ് ഒക്കെ ഡിസ്ക്ലോസ് ചെയ്തു, ആംഗിൾ ഓഫ് റീപോസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ സർഫസ് എടുക്കുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് കേസുകൾ, നമ്മൾ മോഷൻ ഓൺ എ പ്ലെയിൻ സർഫസ് എടുക്കുമ്പോൾ ചില ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ അറിയേണ്ട ഒന്ന് രണ്ട് ഇക്വേഷൻസ്, പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഇക്വേഷൻസ് അറിയേണ്ടി വരും. അങ്ങനെ ഒന്ന് രണ്ട് കേസുകളുണ്ട്. അതായത് സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ സർഫസ് എടുക്കുകയാണ്. കൺസിഡർ എ പ്ലെയിൻ സർഫസ്. ഒരു പ്ലെയിൻ സർഫസ് നമ്മൾ എടുത്താൽ ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ ഇങ്ങനെ ഇരിക്കുന്നു. നോർമൽ ബോഡി ഇവിടെ ഇരിക്കുന്നു. നോർമൽ റിയാക്ഷൻ അപ്വേർഡ് ആണ്. വെയിറ്റ് ഓഫ് ദി ബോഡി എം ജി ആക്സ് ഡൗൺവേർഡ്സ്. ബോഡി നമ്മൾ ഇങ്ങോട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് ഫോർ എക്സാമ്പിൾ ബോഡി ഇങ്ങോട്ട് പോകണമെങ്കിൽ എഫ് എം എസ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ക്ലിയർ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ് അങ്ങോട്ടാണ്. അതായത് നമ്മളൊരു ബോഡിക്ക് ഒരു ബലം കൊടുക്കുകയാണ്. ഞാനൊരു ബലം കൊടുത്തുകൊണ്ട് ബോഡി ഏതാണ് ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്ലൈഡ് ഫോഴ്സ്, ഞാൻ ബലം കൊടുക്കുന്നു. ബലം കൊടുത്ത് ഈ ബ്ലോക്കിന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോ അപ്ലൈഡ് ഫോഴ്സ് അങ്ങോട്ടാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ആണ്, എഫ് എം എസ്. ഞാൻ എഫ് എം എസ് ഇവിടെ എടുക്കുന്നു, കാരണം ബോഡി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷൻ എടുക്കുന്നത്. റിയാക്ഷൻ മോഡിലോട്ട്, വെയിറ്റ് താഴോട്ട്. ഇത് പ്ലെയിൻ സർഫസ് എടുക്കുമ്പോൾ അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഇക്വേഷൻ അറിയാൻ വേണ്ടി പറയുന്നു. നമുക്കറിയാം എന്താണ് എഫ് എം എസ് is equal to mu s r അല്ലെ? പഠിച്ചിട്ടുണ്ടല്ലോ, എഫ് എം എസ് പ്രൊപ്പോർഷണൽ ടു ആർ അല്ലെങ്കിൽ mu s r. ഈ r is equal to ഇവിടെ എന്തെടുക്കാം? എം ജി എന്ന് എടുക്കാം. അപ്പൊ ഇക്വേഷൻ എന്താവുന്നു? എഫ് എം എസ് is equal to ഇത് രണ്ട് ഇക്വേറ്റ് r is equal to mg. സോ എഫ് എം എസ് is equal to mu s mg എന്ന് നമുക്ക് പലയിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു നോട്ട് ചെയ്യാൻ വേണ്ടി എഴുതിയത്. എഫ് എം എസിന്റെ സ്ഥാനത്ത് mu s mg എന്ന് കൊടുക്കാം. ഇതുപോലെ ഇതേ കേസിൽ തന്നെ നമ്മൾ എഫ് കെ എടുക്കുകയാണ്. ഫിഗർ മാറ്റുന്നില്ല. എഫ് കെ എടുത്താൽ എന്തെടുക്കുന്നു? എഫ് കെ is equal to എന്താണ്? mu k r. ആറിന്റെ വാല്യൂ എന്താണ്? എം ജി. ആർ ഇസ് ഈക്വൽ ടു എം ജി കൊടുത്താൽ നമുക്ക് എഫ് കെയുടെ സ്ഥാനത്ത് ഇങ്ങനെ കൊടുക്കാം. എഫ് കെ ഇസ് ഈക്വൽ ടു മ്യൂ കെ എം ജി എന്നും കൊടുക്കാം. ഓക്കെ, ഇതാണ് പ്ലെയിൻ സർഫസിൽ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനും നമ്മൾ ഓർത്ത് വെക്കുന്ന പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ സർഫസ് മാറ്റിയിട്ട് നമ്മൾ ഇൻക്ലൈൻഡ് സർഫസ് എടുക്കുകയാണ്. യു ആർ ടേക്കിംഗ് ദാറ്റ് ഇൻക്ലൈൻഡ് സർഫസ്. നേരത്തെ നമ്മൾ ആൽഫ കൊടുത്ത ഫിഗർ എടുക്കുക. ഇൻക്ലൈൻഡ് സർഫസ് എടുത്താൽ ആൽഫ കൊടുത്ത കേസിന് എടുക്കുന്നു. ആൽഫയുടെ സ്ഥാനത്ത് ഞാൻ തീറ്റ എന്ന് കൊടുക്കുന്നു. തീറ്റ ഇവിടെ എന്ത് കിട്ടുന്നു? ബ്ലോക്ക് ഇങ്ങനെ വയ്ക്കുന്നു. നോർമൽ റിയാക്ഷൻ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, വെയിറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു അറിയാം, പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യും. വെർട്ടിക്കലി ഡൗൺവേർഡ്.
അപ്പൊ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? ഇങ്ങോട്ട് പോകുന്നത് ഈ ആംഗിൾ തീറ്റ, കാരണം പറഞ്ഞിട്ടുണ്ട് എം ജി കോസ് തീറ്റ. ഇങ്ങോട്ട് പോകുന്ന ആംഗിൾ എന്താണ്? എം ജി സൈൻ തീറ്റ. ഓക്കെ, ബോഡി താഴോട്ട് വരുന്നു എന്ന് വിചാരിക്കാം. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന കേസ് നമുക്ക് എടുക്കാം. സേ ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. ഏത് കേസിലും എടുക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എം എസ് മുകളിലോട്ടാണെന്ന് വിചാരിക്കും. ബോഡി താഴോട്ട് കടന്നു വരുന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലോട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടെ നമുക്ക് എടുക്കുന്നത് ഇതാണ്. ആർ ഇസ് ഈക്വൽ ടു എന്താണ്? എം ജി അല്ല, എം ജി കോസ് തീറ്റ ആണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കണ്ടോ? അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടുന്നു? എഫ് എം എസ് ഇസ് ഈക്വൽ ടു ന്യൂ എസ് ആർ. ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്ത് കിട്ടുന്നു? എഫ് എം എസ് ഇസ് ഈക്വൽ ടു ന്യൂ എസ് എം ജി കോസ് തീറ്റ. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഇവിടെ എഫ് കെ ഇസ് ഈക്വൽ ടു മ്യൂ കെ ആർ പഠിച്ചിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു എന്താണ്? എം ജി കോസ് തീറ്റ ആണ്. ആർ ഇസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ ആണ്. അപ്പൊ വേണമെങ്കിൽ ഇവിടെയും പല സ്ഥലത്ത് നമുക്ക് എഫ് കെ ഇസ് ഈക്വൽ ടു മ്യൂ കെ എം ജി കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻസും പല ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നു. എങ്ങനെയാണ് എടുത്തത്? പക്ഷെ ഇവിടുത്തെ എക്സാമ്പിൾ എടുത്തതാണ്. ബോഡി താഴോട്ട് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഫ്രിക്ഷണൽ ഫോഴ്സ് മുകളിലോട്ടായിരിക്കും. ആ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ടാണ് ഇങ്ങനെയാണ് എടുത്തത്. അപ്പൊ ഇതും നമുക്ക് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഇനിയുള്ളത് നമുക്ക് ഫ്രിക്ഷനിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റോളിംഗ് ഫ്രിക്ഷൻ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ സർഫസിൽ റോൾ ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ്. ഇറ്റ് ഈസ് ദി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് കോൾസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി റോൾസ് ഓവർ ദി സർഫസ് ഓഫ് അതർ ബോഡി. അതാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഫ്രിക്ഷൻ നമുക്കറിയാം, ഫ്രിക്ഷന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ് ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസ്, എന്താണ് ഡിസഡ്വാൻറ്റേജസ്? ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ നമുക്കറിയാം തേയ്മാനം ഉണ്ടാകുന്നു, വിയർ ആൻഡ് ടിയർ. പിന്നെന്താ ഉണ്ടാകുന്നു? തേയ്മാനം മാത്രമേ ഉള്ളൂ, വേസ്റ്റേജ് ഓഫ് എനർജി. ഇതൊക്കെ ഡിസഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജ് എടുക്കുമ്പോഴത്തേക്ക് വി ക്യാൻ സ്റ്റോപ്പ് അവർ വെഹിക്കിൾസ്. ഓക്കെ, നമുക്കൊരു വെഹിക്കിൾ നിർത്താൻ പറ്റും. ട്രെയിൻ ക്യാൻ റൺ ഓൺ റെയിൽസ്. ഇങ്ങനെ പല അഡ്വാൻറ്റേജും ഫ്രിക്ഷനിലുണ്ട്. നമുക്ക് വി ക്യാൻ വാക്ക് ഓൺ ദി ഗ്രൗണ്ട്. ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. വേസ്റ്റേജ് ഓഫ് എനർജി ഒക്കെ ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ പറയും ലൂബ്രിക്കൻസ് എന്ന് പറയും. അതായത് രണ്ട് സർഫസിനിടയ്ക്കുള്ള ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കണമെങ്കിൽ അതിനിടയ്ക്ക് നമ്മൾ ലൂബ്രിക്കൻസ് ഉപയോഗിച്ചാൽ മതി. ലൂബ്രിക്കൻസ് ഉപയോഗിച്ചാൽ ഓയിൽ ആൻഡ് ഗ്രീസ് ആർ യൂസ്ഡ് ആസ് ലൂബ്രിക്കൻസ്. അങ്ങനെ ലൂബ്രിക്കൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ ലൂബ്രിക്കൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രിക്ഷൻ കുറയ്ക്കുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് ലൂബ്രിക്കേഷൻ. ഓക്കെ, അപ്പൊ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഫ്രിക്ഷനിൽ കവർ ചെയ്ത പോയിന്റ് എല്ലാം അവിടെ കവർ ചെയ്തിരിക്കുന്നു. ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് വെൽ. ഓക്കെ, താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.